ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. തനി നാടൻ രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ചെമ്മീൻ റോസ്റ്റിനുള്ള ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് ഓരോരുത്തരുടെ പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്തണം. അപ്പം ഇതിലേക്ക് ഞാനൊരു നാരങ്ങ നടുവെ മുറിച്ചിട്ട് അതിൽ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൈവച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കൈവച്ച് ഇളക്കുവാകുമ്പോൾ നമ്മുടെ പ്രോൺസിലേക്ക് നന്നായിട്ട് ഈ മസാലകൾ പിടിക്കും. അപ്പം നമ്മൾ മസാലകളെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം വറുത്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ 30 മിനിറ്റിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചു. കടായി ചൂടായി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പ്രോൺസ് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പ്രോൺസ് മസാല തിരുമ്മി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യാതെ നോക്കുന്നതാണ് നല്ലത്. ഒരുപാട് നേരം അത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ഒരുപാട് വറക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് ഓൾറെഡി റോസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടും ഒരു പകുതി കുക്കാക്കി കണക്കാക്കിയാണ് നമ്മളിത് കോരിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോൺസ് പകുതി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കി തിരുമ്മി വെച്ചിരിക്കുന്ന പ്രോൺസ് മുഴുവൻ ഒന്ന് പകുതി ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു അടുപ്പെല്ലാം കൂട്ടി അവിടെ തീയെല്ലാം പിടിപ്പിച്ചു. നല്ല രീതിയിൽ തീയെല്ലാം കത്തുന്നുണ്ട്, കാരണം നല്ല കാറ്റുണ്ട് പുറത്ത്. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ കുളമൊക്കെ പരിചിതമായിരിക്കും. അപ്പം നമ്മൾ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടേ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇടുന്നതനുസരിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ നമ്മുടെ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഈ പ്രോൺസ് വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മൺചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് ചൂടായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ. നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ പേസ്റ്റ് പോലെ ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ വെളുത്തുള്ളി അരിയാതെ ഫുള്ളായിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മുഴുവനോട് കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് വരണം, ഉടഞ്ഞ് വരണം. അപ്പോൾ ആ രീതി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ചെമ്മീന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമാണ് ഉപ്പ് ചേർക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 കുടംപുളി ചേർക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് കുടംപുളിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. വളരെ ടേസ്റ്റാണ് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കുമ്പോൾ. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മസാലയല്ല സവോളയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കുളം എന്ന് പറയുന്നത്. ഇതിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് മീനും പിടിക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികൾ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പച്ചവെള്ളം, ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ആക്കുന്നത്. അടിയിലൊന്നും
ചെമ്മീനൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറച്ച് പറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ മസാലകൾ എല്ലാം സവോളയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചെമ്മീനായാലും നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മസാലകളെല്ലാം ഈ ചെമ്മീനിലേക്ക് പിടിക്കണം. കാരണം എൻ്റെ ചെമ്മീൻ ഓൾറെഡി ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് സവോളയെല്ലാം കൂടി ആയപ്പോഴേക്കും അങ്ങ് മൂടിപ്പോയി. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് ഇതൊന്ന് ജസ്റ്റ് ആ മസാലകളെല്ലാം കൂടെ ഒന്ന് ആ ചെമ്മീനിലേക്ക് പിടിക്കാനായിട്ട് മൂടി വെച്ചേക്കുമായിരുന്നു. നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി 2 ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട, കാരണം പെട്ടെന്ന് ഹാർഡായി പോകും നമ്മുടെ ചെമ്മീൻ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.